രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം തന്നെയാണ് ഇപ്പോഴും. ക്രൈംബ്രാഞ്ചും വേറെ കേസുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം അന്വേഷിച്ച് അങ്ങ് ബാംഗ്ലൂർ വരെ പോയിട്ടുണ്ട്. അവിടെ നിന്ന് നിർണായകമായ തെളിവൊക്കെ കിട്ടി ശേഖരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തെ MLA ആണല്ലോ, അപ്പോൾ നിയമസഭയിൽ എന്തായാലും പോകണം. നിയമസഭയിൽ കയറാൻ സമ്മതിക്കില്ല എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. കയറ്റി വന്ന് കോൺഗ്രസും പറയുന്നുണ്ട്. അപ്പോൾ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമ്പോൾ അവർ ചെയ്യാൻ പോകുന്നത് എന്താ, കോഴിയുടെ സിമ്പലിട്ട് 4 കൂവൽ കൂവും. ഞങ്ങൾക്ക് 3 പേരെ പറയാനുള്ളൂ, അതായത് എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും രാഹുൽ മാങ്കൂട്ടത്തിലും. ഇപ്പുറത്താണെങ്കിൽ അഴിച്ചു നിൽക്കുന്നവരെല്ലാവരും അഴിക്കുമ്പോൾ ഞങ്ങൾ കൂവും, കോഴിയുടെ സിമ്പലിടും. അതായത് നിയമസഭ ഒരു കോഴിക്കൂടായി മാറുകയാണ്. അല്ലേ? കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിന് അതേപോലെ സാമൂഹ്യ വ്യവസ്ഥക്കും സാംസ്കാരിക വ്യവസ്ഥക്കും വലിയ നാണക്കേട് ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൻ്റെ നിയമസഭ എന്ന് പറയുന്നത് കോഴിക്കോടായി മാറും, അല്ലെങ്കിൽ അത് മാറ്റും എന്ന് ഇവരെല്ലാവരും കൂടി പറഞ്ഞാൽ ഇവർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? കേരളത്തിലെ ജനങ്ങളുടെ മുഖത്തേക്ക് കറക്കിച്ചൂപ്പുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. കെ മുരളീധരനെ കുറിച്ച് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ പല സൈസ് കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ സിനിമാ നടികളുടെ കഥകളൊക്കെയാണ് പുതിയ കാലത്ത് ചർച്ചയ്ക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അല്ല, ഞാൻ പറയുന്നത് ഇതും കൊണ്ട് പൊതുവെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നൊരു മരിച്ച വീട്ടിൽ പോയി. അവിടെ ഒരുപാട് നേതാക്കൾ, പല പാർട്ടികളിലുള്ള ആളുകളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അവമതിപ്പാണ് പൊതുവെ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും. ഇതെങ്കിലും ഇവർ തിരിച്ചറിഞ്ഞ് ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള നേതാക്കൾ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരവും അവരെ ആദരിക്കാൻ പറ്റുന്ന തരത്തിൽ വ്യക്തി സ്വഭാവ ശുദ്ധി സൂക്ഷിക്കുന്നവരുമാണ് എന്ന് വരുത്തി തീർക്കാനെങ്കിലും അവർ പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഒരു കോഴി കൂവി, അപ്പോൾ ഞങ്ങൾ പല കോഴിയെയും കൂവിക്കും എന്നാണ് പറയുന്നത്. നേരത്തെ എനിക്ക് തോന്നുന്നത് കടമ്മനിട്ട രാമേഷിൻ്റെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ ഒരു കോഴി കൂവിയാൽ നേരം വെളുക്കയിൽ 1000 കോഴിയെ കൂവിക്കാൻ ഞാൻ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ UDF കോഴികളും അതേപോലെ CPM കോഴികളും ഒക്കെ കൂടി കൂവി ചിറക് പിടിച്ച് നമ്മുടെ നിയമസഭയെ നാണം കെടുത്തുന്ന സ്ഥിതിയിലേക്ക് എത്തും. അങ്ങനെ ഇടയ്ക്കില്ലേ പക്ഷേ ഇവർ കോഴി കൂവാൻ തന്നെ ഇവർക്ക് 3 അല്ല, കാരണം സരിത പറഞ്ഞ ലിസ്റ്റുകളിൽ ഇനിയും ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം കൂവല് നടത്തേണ്ടി വരും, ഡൽഹി വരെ പോയി. സരിത പറയുന്ന ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പിന്നെ സ്വപ്നയുടെ ലിസ്റ്റ്, അങ്ങനെ സ്വപ്നയും സരിതയും ഒക്കെ കേരളത്തെ നയിക്കുന്നു എന്ന് പറയുന്ന നാണം കെട്ട അവസ്ഥ ഇവർക്കെന്തൊന്നും മനസ്സിലാവുന്നില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ സ്വപ്നയും അതേപോലെ തന്നെ സരിതയും അവതാരങ്ങളാണ്. ഇപ്പോൾ പുതിയ പല പെണ്ണുങ്ങളും വന്നിരിക്കുന്നു, അവരുടെ പേര് നമ്മളിപ്പോൾ പറയുന്നില്ല. ഇവരെല്ലാവരും കൂടി ഈ നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു അന്തസ്സുണ്ടായിരുന്നു. ശരിക്കും ആ അന്തസ്സ് PT ചാക്കോ എന്ന് പറയുന്ന പ്രഗത്ഭനായിട്ടുള്ള കോൺഗ്രസ് നേതാവിൻ്റെ വണ്ടി, അയാളുടെ കാറ് തൃശ്ശൂരിൽ പീച്ചിയിൽ വെച്ചൊരു അപകടത്തിൽപ്പെട്ടപ്പോഴാണ്, അയ്യോ അതിനകത്തൊരു പെണ്ണിരിപ്പുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത്. എന്നുവെച്ചാൽ അത്ര സെൻസിറ്റീവായിരുന്നു അന്ന് ഈ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അദ്ദേഹം ലൈംഗികമായിട്ട് ആ സ്ത്രീയെ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നോ ഒന്നും ആരും പറഞ്ഞില്ല, ഒരു തെളിവില്ല. പക്ഷേ കാർ അപകടത്തിൽപ്പെട്ടപ്പോൾ പല ആളുകൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പെണ്ണുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് പ്രശ്നം. ആ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അത് പരിണമിച്ചത് കോൺഗ്രസ് തന്നെ പിളർന്ന് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാകുന്ന തലത്തിലേക്കാണ് അതിൻ്റെ മാറ്റം ഉണ്ടായത്. അത് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ അത്ര സെൻസിറ്റീവ് ആയിരുന്നൊരു വിഷയം ഇന്നത്തെ കാലത്ത് സമയത്ത് ഒട്ടും സെൻസിറ്റീവ് അല്ലാതെ വരുന്നു. ആർക്കും ഏതു തരത്തിലുള്ള ലൈംഗിക ആവാസങ്ങളിൽ ഏർപ്പെടാം, എന്നിട്ട് നേതാവായിട്ട് MLA ആയിട്ട് രാഷ്ട്രീയ നേതൃത്വമായിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടന്നു നീങ്ങാം. ഇതെന്തൊരു ഗതികെട്ട അവസ്ഥയാണ്. അതിനേക്കാളൊക്കെ ഏറ്റവും അപകടകരമായിട്ടുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ വരാൻ പോകുന്നതെന്ന് ഇവരെല്ലാവരും നമ്മളെ സൂചിപ്പിക്കുകയാണ്. അതാണ് നിയമസഭനെ കോഴിക്കോടാക്കി മാറ്റും എന്ന് ശപഥം ചെയ്യുകയാണ് ചെയ്യുന്നത്. കഷ്ടമാണ് എന്തായാലും. പക്ഷേ ഈ ഒരു ഗർഭവുമായി ബന്ധപ്പെട്ട്, ഇപ്പം ഗർഭമാണല്ലോ ചർച്ചാ വിഷയം, അതുകൊണ്ട് ഈ ഗർഭവുമായി ബന്ധപ്പെട്ട് അത് നേരെ ചുവയുള്ള ഗർഭവും അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇത് എടുക്കുന്നത് തന്നെ.
അപ്പോൾ ഈ ഗർഭവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകയുടെ പേരൊക്കെ ഉയർന്നു കേട്ടിരുന്നു. ഈ ഗർഭം അലസിപ്പിക്കാൻ അവർ കൂട്ടുനിന്നു, അല്ലെങ്കിൽ അവരൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചില വാദങ്ങളൊക്കെ വന്നു. പിന്നീട് അത് പിന്നെ എന്താ പറയുക, മണ്ണിനടിയിൽ താഴ്ന്നു പോയി. വീണ്ടും കഴിഞ്ഞ ദിവസം ലക്ഷ്മി പത്മ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക, ഞാൻ ആ പെൺകുട്ടിയെ കണ്ടിരുന്നു, ഇരയെ കണ്ടിരുന്നു, ഞാൻ ഇരയുമായി സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാനം അവർ ഒരു വരി കൊടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് ഈ ഒരു വിഷയം പൊങ്ങി വന്നപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകയുടെ പേര് ഇങ്ങനെ ഉയർന്നു വന്നു. അത്തരത്തിലൊരു മാധ്യമ പ്രവർത്തക ഉണ്ടെങ്കിൽ ആ മാധ്യമ പ്രവർത്തനം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വിഭാഗം ആളുകളും കൂടി ഈ മാധ്യമരംഗത്തുണ്ട് എന്നല്ലേ നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്? അല്ല, ഗൗരവമായിട്ട് നമ്മൾ ഇത് പരിശോധിക്കേണ്ടത് നമുക്കൊരു സദാചാര മാതൃകയും ധാർമ്മികതയുമുണ്ടോ എന്നുള്ളതാണ്. അതുണ്ട് എന്ന് പറയപ്പെടുന്ന തലത്തിലാണ് ഈ ചർച്ചകളെല്ലാം നടക്കുന്നത്. ഇതൊന്നുമില്ല എങ്കിൽ പിന്നെ ആർക്കും എന്തും ആകാലോ. അതെ, ഇതൊന്നുമില്ല, അങ്ങനെ വരുമ്പോൾ ആർക്കും എന്തും ആകാം, ചർച്ചയ്ക്കൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മളിപ്പോഴും പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സ്പെക്ട്രം എന്ന് പറയുന്നതിൽ അല്പം സദാചാര പരിശുദ്ധിയും അതേപോലെ തന്നെ ജീവിതത്തിന് മെച്ചപ്പെട്ട രീതിയിലുള്ള ജീവിതാവസ്ഥയും ഒക്കെ പുലർത്തുന്ന ആളുകളാണ് സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരായി മാറേണ്ടത് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണുള്ളത്. ഇതിലിടയ്ക്ക് ചില ആളുകൾ കൂട്ടം തെറ്റി മേയുന്നവരുണ്ടാകാം, അവരെ ശിക്ഷിക്കാൻ, ബാക്കിയുള്ള ആളുകളെ ശരിയായ നമ്മുടെ സാമൂഹ്യ പ്രവർത്തനത്തിനകത്തും സാംസ്കാരിക പ്രവർത്തനത്തിലും നിലനിർത്താൻ നമുക്കത് ആവശ്യമാണ്. കൂട്ടം തെറ്റി മേയുന്നവരെ മാത്രം മാറ്റി നിർത്തുകയും അവരിതിൻ്റെ കൂടെ വരരുത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിനെ അവരെന്ത് ചെയ്യുന്നത്, ഈ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തുന്നവർ പറഞ്ഞിരുന്നത്. ഇപ്പൊ മാറ്റി നിർത്തൂല എന്നാണ് പറയുന്നത്. UDF കൺവീനർ പറഞ്ഞാൽ അങ്ങനെ മാറ്റി നിർത്തുന്ന പ്രശ്നമില്ല, ഞങ്ങൾ ചേർത്ത് പിടിക്കും. അതെ, കാരണം അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇതാണ് സ്ഥിതി എന്ന് നമ്മൾ ഒരു നാണമില്ലാതെ ഇവർ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും എനിക്ക് തോന്നിയ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അപ്രോച്ച്, ഒരു സമീപനം എന്ന് പറയുന്നത്, ഒരു പാർട്ടിയുടെ ഒരു നേതാവ് അഴിമതി നടത്തുന്നു. ആ അഴിമതി നടത്തിയ നേതാവിനെ ന്യായീകരിക്കാനായിട്ട് അതേ പാർട്ടി അപ്പുറത്തുള്ള പാർട്ടിയുടെ നേതാവിൻ്റെ അഴിമതി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കട്ടു, ശരിയാണ്, നിങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ കട്ടില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അതാണ് പ്രശ്നം, അതാണ് നമ്മുടെ പ്രശ്നം. അതായത് ആരാണോ കളവ് നടത്തുന്നത് അവനെ ശിക്ഷിക്കുക എന്ന് പറയുന്ന സമീപനത്തിന് പകരമായിട്ട് ഒരാളുടെ കളവെന്ന് പറയുന്നത് മറ്റൊരുവിന് കളവ് നടത്താനായിട്ടുള്ള ലൈസൻസ് നിർമ്മിക്കുന്ന പ്രക്രിയയായിട്ട് മാറിത്തീരാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവരെല്ലാം സാർവത്രികമായിട്ട് അഴിമതിക്കാരും തോന്നിവാസികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലൈംഗിക അപവാദത്തിൻ്റെ കാര്യത്തിലും അതുതന്നെയാണ്. ഒരുത്തിനെതിരെ ലൈംഗിക ആരോപണം ഉണ്ടാകുമ്പോൾ അതിലെ അവൻ്റെ ദുർനടപ്പ്, നമ്മളങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നല്ല, ഈ ദുർനടപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ പൊതുസമൂഹത്തിൻ്റെ ജീവിതക്രമത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. എന്തുകൊണ്ടാണ് MLA-മാർ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, MLA എന്ന് പറയുന്നത് പൊതുസമൂഹത്തിലെ ജനങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും അഭിസംബോധന ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാൾ. എന്നുവെച്ചാൽ MLA-യുടെ ഓഫീസിലേക്ക് എല്ലാ ആളുകൾക്കും കടന്നു ചെല്ലണം. സ്ത്രീകളോ കുട്ടികളോ വൃദ്ധന്മാരോ അല്ലെങ്കിൽ ദരിദ്രരോ സമ്പന്നരോ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സമൂഹത്തിലുള്ള മുഴുവൻ പേർക്കും കടന്നു ചെല്ലേണ്ട ഒരിടമാണ്. അവിടെ ഇരിക്കുന്ന ഒരുത്തൻ ഇങ്ങനത്തെ ഒരുത്തനാണെങ്കിൽ എങ്ങനെ എല്ലാ തരത്തിലും പെട്ട ആളുകൾക്ക് അവിടെ കടന്നു ചെല്ലാൻ പറ്റും എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ടാണ് ഇവർ ശരിയല്ലെങ്കിൽ അവരെ ശരിപ്പെടുത്തണം എന്ന് പൊതുവെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് അങ്ങനെയല്ല, ഞങ്ങൾക്കിങ്ങനെയൊക്കെയുള്ള ആളുകളുടെ എണ്ണം കുറവാണ്, മറ്റവർക്ക് അതിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നത് എന്താണ്, എല്ലാവരും ഇതൊക്കെ തന്നെയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിങ്ങനെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് നടത്താം എന്നാണ് പറയുന്നത്. അത് ശരിയായ ഒരു സമീപനമല്ല.